ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ മാത്സ് ക്ലാസ്. നമ്മൾ വോളിയം എന്നുള്ള ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വോളിയത്തിൽ നമ്മൾ പഠിച്ചത് വോളിയം എങ്ങനെ കാണാം, ഹൗ വി ക്യാൻ ഫൈൻഡ് വോളിയം എന്നുള്ളതാണ് നമ്മൾ ചെയ്തത്. മറക്കരുത്, ഇക്വേഷൻ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. വോളിയം കാണാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് വി ഈക്വൽസ് എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഇത് ആരെങ്കിലും എഴുതാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ഫോം എഴുതിയിരിക്കണം. വലിയ ഫോമിലുള്ളത് ഫുൾ ഫോം എഴുതണം. വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വോളിയം കിട്ടും. വോളിയത്തിൻ്റെ യൂണിറ്റ് മറക്കരുത്, ക്യൂബിക് സെൻറ്റിമീറ്റർ. ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നുള്ളതിന് സി സി എന്ന് ഷോർട്ടാക്കി എഴുതാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ക്യൂബിക് സെൻറ്റിമീറ്ററിന് ഫുള്ളായിട്ടും എഴുതണം. സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നാണ് കാണുക, ഷോർട്ട് കാണൂല എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ വോളിയവുമായി ബന്ധപ്പെട്ടിട്ട് വേറൊരു കാര്യമാണ് പഠിക്കുന്നത്. വോളിയത്തിന്റെ ഒരു ക്വസ്റ്റ്യനിൽ ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക് ഉണ്ട്. വി ഹാവ് എ റെക്ടാങ്കുലർ ബ്ലോക്ക് ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഈസ് 5 centimeter, breadth 3 centimeter, height 10 centimeter. Length 5, breadth 3, height 10. Its volume will be length into breadth into height 5 into 3 into 10. 5 into 3 50, 15 into 10 150 cubic centimeter. ഓക്കെ, ഇനി നോക്കുക. ഇത് എഴുതൊന്നും വേണ്ട, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. 5 into 3 into 10 gives 150 cc. Here 5 is length, 3 is breadth and 10 is height. 150 is വോളിയം. അപ്പൊ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു വോളിയം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഈ 5 എന്ന ആൻസർ കിട്ടാൻ ഈ മൂന്നെണ്ണം എന്ത് ചെയ്യേണ്ടി വരും നോക്കി നോക്കുക. 3 into 10 30 അല്ലേ. ഇപ്പോ 150 ഡിവൈഡഡ് ബൈ 3 into 10 ചെയ്ത് നോക്കുക. 150 divided by 3 into 10. 150നെ 3 into 10 30 ആണ്. 150 divided by 30. ഒരു 0 ഒഴിവാക്കുക. 15 by 3 5. 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ 5 ആണ്. അപ്പോൾ ഈ 5 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ 5 കിട്ടാൻ 150യെ 3 into 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ടു ഗെറ്റ് ദിസ് 5 we have to divide 150 by 3 into 10. 3 into 10 30. 150 divided by 30, answer 5. ഓക്കെ, അപ്പൊ ഇത് ഒന്നാമത്തെ ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് 3 കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? 3 കിട്ടാൻ എന്ത് ചെയ്യേണ്ടി വരും നോക്കി നോക്കുക. 3 എങ്ങനെ? 150യെ 3 ഒഴിവാക്കിയ 5 into 10. ഇത് ചെയ്ത പോലെ തന്നെ ചെയ്ത് നോക്കുക. 5 into 10 150യെ 5 into 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 150 divided by 5 into 10 50. 150നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ if we divide 150 by 50 we will get 3. 150ൽ 50 3 അല്ലേ. So we have to divide 150 divided by 5 into 10. There not 3. 5 into 10 we will get 3. 3 കിട്ടാൻ എന്ത് ചെയ്യണം? 150നെ 5 into 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 150 divided by 5 into 10. ഇനി ലാസ്റ്റത്തത് 10 കിട്ടാൻ എന്താ ചെയ്യേണ്ടി വരിക? 10 കിട്ടാൻ അപ്പൊ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് നോക്കുക. പിന്നെ 150 divided by 10 ഇല്ലാത്ത ബാക്കിയുള്ളത് 5 into 3. അതെന്താ കിട്ടണ നോക്കുക. 150 divided by 5 into 3 15. 150നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ 10 ആണ്. അപ്പൊ 10 കിട്ടാൻ ഇത് ചെയ്താൽ മതി. 5 കിട്ടാൻ ഇതാണ് ചെയ്തത്, 3 കിട്ടാൻ ഇതാണ് ചെയ്തത്, 10 കിട്ടാൻ ഇതാണ് ചെയ്തത്. അപ്പൊ എന്താ ചെയ്യേണ്ടത് നോക്കുക. ഇവിടെ 5 എന്താണ്? 5 ലെങ്ത് ആണ്, 150 വോളിയം ആണ്,
3 ബ്രെഡ്ത്ത് ആണ്, 10 ഹൈറ്റ് ആണ്. അപ്പൊ ഇവിടെ എനിക്ക് ലെങ്ത് കിട്ടണം. ലെങ്ത് കിട്ടാൻ എന്താണ് ഇവിടെ ചെയ്തത്? ലെങ്ത് 5 ആണല്ലോ ഇവിടെ. 5 കിട്ടാൻ എന്താ ചെയ്തേക്കണ്? വോളിയം ആണ് 150. 150നെ 3 into 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. 3 into 10 ആണ് എന്താ? ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ലെങ്ത് കാണേണ്ട സന്ദർഭത്തിൽ L ഈക്വൽസ് വോളിയത്തിനെ ഡിവൈഡ് ചെയ്യണം 3 into 10. 3 എന്താ? ബ്രെഡ്ത്ത്, 10 ഹൈറ്റ്. ഇപ്പൊ ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ലെങ്ത് കിട്ടും. ലെങ്ത് കാണാൻ വോളിയം ഡിവൈഡഡ് ബൈ ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് പഠിച്ചു വെക്കണം. ലെങ്ത് ഈക്വൽസ് വോളിയം ഡിവൈഡഡ് ബൈ ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇനി രണ്ടാമത്തെ നോക്കുക. ത്രീ കാണാൻ, 3 എന്താ? ഇവിടെ ബ്രെഡ്ത്ത് ആണ്. ബ്രെഡ്ത്ത് കാണാൻ എന്താ ചെയ്തത്? 150 എന്താണ്? വോളിയം. 150 is വോളിയം. വോളിയം ഡിവൈഡഡ് ബൈ 5 into 10. 5 into 10. 5 എന്താ? ലെങ്ത്, 10 ഹൈറ്റ്. അപ്പൊ ലെങ്ത് ഇൻറ്റു ഹൈറ്റ്. ബ്രെഡ്ത്ത് കാണാൻ വോളിയത്തിനെ ലെങ്ത് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ഡിവൈഡ് ചെയ്യുക. വോളിയം ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു ഹൈറ്റ്. ബൈ എന്നിടുക. ഇങ്ങനെ വോളിയം ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു ഹൈറ്റ് ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഡിവൈഡഡ് ബൈ എന്നുള്ളതിന് 2 സിമ്പിൾ ഉപയോഗിക്കും. ഒന്ന് ഈ സിമ്പിൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഈ സിമ്പിൾ ബൈ എന്നിട്ടാലും മതി. ഓക്കെ, അടുത്തത് ലാസ്റ്റത്തത് എന്താണ്? 10 എന്താ അവിടെ? 10 ഹൈറ്റ് ആണ്. ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ. ഹൈറ്റ് കാണാൻ എന്താ ചെയ്തത്? 150 divided by 5 into 3. 5 ലെങ്ത് ആണ്, 3 ബ്രെഡ്ത്ത് ആണ്. 5 into 3 ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ 150 divided by 150 ആണ് എന്താ? വോളിയം. വോളിയം ഡിവൈഡഡ് ബൈ 5 into 3 ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, അപ്പൊ ഇതില് അടുത്ത് നമ്മൾ പഠിക്കുന്ന ഇക്വേഷനുകളാണ്. ഫസ്റ്റ് വോളിയം കാണാൻ വോളിയം ഈക്വൽസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. നെക്സ്റ്റ് ലെങ്ത് കാണാൻ വോളിയം ഡിവൈഡഡ് ബൈ ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഈ ഡിവൈഡഡ് ബൈ നീട്ടിയിടണം, കാരണം ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. വോളിയത്തിനായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ആദ്യം ബ്രെഡ്ത്തും ഹൈറ്റും മൾട്ടിപ്ലൈ ചെയ്യണം. ബ്രെഡ്ത്തും ഹൈറ്റും മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടിയ ആൻസറിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. ആദ്യം ഇതാണ് ചെയ്യേണ്ടത്, എന്നിട്ടാണ് ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് എഴുതുക എല്ലാവരും. ഒരു ഹെഡിങ് കൊടുക്കുക. ഇക്വേഷൻ ടു ഫൈൻഡ് ലെങ്ത്. ഫുൾ ഫോം എഴുതണം. LBH എന്ന് എഴുതണമെന്നില്ല. ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ്. ഇക്വേഷൻസ് ടു ഫൈൻഡ് ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ്. ഇതാണ് നമ്മൾ അടുത്ത ഹെഡിങ്. അതാദ്യം ഇത് എഴുതുക. ലെങ്ത് L ഈക്വൽസ് ഇങ്ങനെ എഴുതിക്കോട്ടോ. LENGTH. ലെങ്ത് ഒരു കോമഡ്. L ഈക്വൽസ് V by B into H. ഇൻറ്റു എന്ന് ചിഹ്നിട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സിമ്പിൾ പ്രശ്നമില്ല. BH എന്ന് എഴുതിയാൽ മതി. V by BH. അടുത്ത വരിയില് ബ്രെഡ്ത്ത് കോമ B ഈക്വൽസ് V by L into H. ഹൈറ്റ് മൂന്നാമത്തെ ലൈന്, തേർഡ് ലൈൻ. ഹൈറ്റ് H ഈക്വൽസ് V by L into B. ഈ മൂന്നെണ്ണം എഴുതി കഴിഞ്ഞാൽ അതൊരു ബോക്സിലാക്കുക. നേരത്തെ പറഞ്ഞ അതേപോലെ നേരത്തെ ഇക്വേഷൻ പഠിച്ച പോലെ ഇതും ഒരു ബോക്സിലാക്കി വെക്കുക. അത് കാണാതെ പഠിക്കാനുള്ളതാണ്, ബൈഹാർട്ട് ആക്കണം. ഇത് വെച്ച് നമുക്ക് ചെയ്യാനുള്ള പ്രോബ്ലംസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുക, എല്ലാവരും എഴുതുക. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കുലർ ബ്ലോക്ക്. Find the length of a rectangular block of volume 48 cubic centimeter, comma, breadth 2 cubic centimeter, 2 centimeter, and height 2 centimeter.
ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കുലർ ബ്ലോക്ക് ഓഫ് വോളിയം 48, ബ്രെഡ്ത്ത് 2, ഹൈറ്റ് 2 സെന്റിമീറ്റർ. ഫുൾ സ്റ്റോപ്പ്. ക്വസ്റ്റ്യൻ മാർക്ക്. നമുക്ക് ആൻസർ എഴുതണം. എന്താ കാണേണ്ടത്? ലെങ്ത് എത്രയാണെന്നാണ് കാണേണ്ടത്. റെക്ടാങ്കുലർ ബ്ലോക്ക് ഉണ്ട്. റഫ് ഫിഗർ ഒക്കെ വരച്ചേക്കുന്നത് എപ്പോഴും നല്ലതാണ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. ലെങ്ത് ആണ്, ഇതാണ് കാണേണ്ടത്. ലെങ്ത് എത്ര? ബ്രെഡ്ത്ത് 2, ഹൈറ്റ് 2, വോളിയം എത്രയാണ്? 48 എന്നും തന്നിട്ടുണ്ട്. ഇതിന്റെ വോളിയം 48 ആണ്. ബ്രെഡ്ത്ത് 2 സെന്റിമീറ്റർ, ഹൈറ്റ് 2 സെന്റിമീറ്റർ. വി ഹാവ് ടു ഫൈൻഡ് ലെങ്ത്. അപ്പൊ ഇക്വേഷൻ ആദ്യം എഴുതുക. ലെങ്ത് L ഈക്വൽസ് വോളിയം ഡിവൈഡഡ് ബൈ ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ലെങ്ത് L ഈക്വൽസ് വോളിയം ഡിവൈഡഡ് ബൈ ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. തന്ന അളവുകളൊക്കെ ഞാൻ സൈഡിൽ എഴുതിയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ തന്ന അളവുകൾ എഴുതണം. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. വോളിയത്തിന് വാല്യൂ കൊടുക്കുക. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് വോളിയം? 48 ഡിവൈഡഡ് ബൈ B ഇൻറ്റു H. B2 H2. 2 into 2 and it will be 48 ഡിവൈഡ് ചെയ്യാനായിട്ടില്ല. 48 ഡിവൈഡ് ചെയ്യണമെങ്കിൽ ചെയ്യുകയൊക്കെ ചെയ്യാം. 48നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പിന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 into 2 4 ആദ്യം ചെയ്യാം. 48 ഡിവൈഡഡ് ബൈ 2 into 2 എത്രയാണ്? 4. ഇനി 48നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സൈഡിൽ 48നെ 4 കൊണ്ട് റൈറ്റ് സൈഡിൽ ഡിവൈഡ് ചെയ്യാം. 4ൽ 4 1 into 4. 4 minus 4 0, 8. 8ൽ 4 2. 2 into 4 8 remains 0. So the answer is 12. യൂണിറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ലെങ്ത് ആണ് കണ്ട, ക്യൂബിക് സെന്റിമീറ്റർ അല്ല, ഓൺലി സെന്റിമീറ്റർ. ഓക്കെ, സോ വി ഗോട്ട് ലെങ്ത്. അപ്പൊ ഇക്വേഷൻ എഴുതി ചെയ്യുന്ന രീതി ഈക്വൽ ടു താഴെ വരണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്രിയകളൊക്കെ റൈറ്റ് സൈഡിൽ ചെയ്യുക. വാല്യൂ തന്ന വാല്യൂസ് ഒക്കെ എഴുതുന്നത് ശ്രദ്ധിക്കണം. ഓക്കെ, എഴുതിയെടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഫൈൻഡ് ദ ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാങ്കുലർ ബ്ലോക്ക്. ഫൈൻഡ് ദ ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാങ്കുലർ ബ്ലോക്ക് ഓഫ് വോളിയം 48 cubic centimeter, length 8 centimeter and height 2 centimeter. കാണേണ്ടത് ബ്രെഡ്ത്ത് ആണ്. അപ്പൊ റൈറ്റ് സൈഡിൽ തന്ന അളവുകൾ എഴുതി. ഇനി വോളിയം കാണാനുള്ള ഇക്വേഷൻ എഴുതി. വോളിയം അല്ല, ബ്രെഡ്ത്ത് കാണാൻ ബ്രെഡ്ത്ത് B ഈക്വൽസ് വോളിയം ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു ഹൈറ്റ്. വോളിയം എത്രയാണെന്ന്? 48 ആണ്. 48 ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു ഹൈറ്റ്. ലെങ്ത് 8, ഹൈറ്റ് 2. 8 into 2. 48 ഡിവൈഡ് ഈക്വൽ ടു ഒക്കെ താഴെ വരുന്നത് ശ്രദ്ധിക്കുക. 48 ഡിവൈഡഡ് ബൈ 8 into 2 ആദ്യം ചെയ്യുക. 16 ഈക്വൽസ് 48ൽ എത്ര 16 ഉണ്ട് എന്ന് നോക്കാം. ഇനി ഇത് 8 into 2 ചെയ്യാതെ ഇവിടുന്ന് ഡിവൈഡ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ വേറെ രീതി കൂടി കാണിച്ചു തരാം. 48 ഇവിടെ എഴുതുക, 16 ഇവിടെ എഴുതുക. 48ൽ 16 32 32 into 3 48. So 3 into 16 48 subtraction 0. അപ്പൊ ഇതിനേക്കാൾ വേറെ രീതി, ആൻസർ 3 ആണ്. ആൻസർ 3 കിട്ടണ വേറെ രീതി ഞാൻ കാണിച്ചു തരാം. ഇവിടെ വെച്ച് ചെയ്യുന്നത് 48നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 48നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 48ൽ എത്ര 8 6 ആണല്ലോ അല്ലെ. 48നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 6 കിട്ടും. ഇത് ആദ്യം ഡിവൈഡ് ചെയ്തു, ഇനി 6 കിട്ടി. ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോഴും 3 കിട്ടും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡിവിഷൻ നടത്താം. ഇനി അങ്ങനെയല്ല, അങ്ങനെയും ചെയ്യാം. 48നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം ആദ്യം. അപ്പൊ 48നെ 2 കൊണ്ട് ഡിവൈഡ് ഇങ്ങനെ ചെയ്തത് ഇതല്ല. 48നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 24. പിന്നെ ഒരു ഡിവൈഡഡ് ബൈ 8 ഉണ്ട്. അപ്പൊ 24നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താലും അപ്പോഴും 3 കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. 48 by 16 3 യൂണിറ്റ് സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമ്മള്
ഇതിപ്പോ ബ്രെഡ്ത്ത് ആണ് കണ്ട്, ലെങ്ത് കണ്ടത് കഴിഞ്ഞ് ചെയ്തു. ഇവിടെ ബ്രെഡ്ത്ത് കണ്ടു. ഇനി ഹൈറ്റ് ചെയ്യാനും ഇതേപോലെ തന്നെ വോളിയം ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, അപ്പൊ എല്ലാവരും പേജ് 65 എടുക്കുക. പേജ് 65 ഇക്വേഷൻ എഴുതിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. എല്ലാത്തിലും ഇക്വേഷൻ എഴുതിയിട്ട് വേണം വാല്യൂ കൊടുക്കാൻ. ഒരു ടേബിൾ കണ്ടിട്ടുണ്ടാവും. ഈ ടേബിളില് ഫസ്റ്റത്തേല് വോളിയാണ് കണ്ടത്, സെക്കൻഡ് വോളിയം, തേർഡ് നമ്മളിപ്പോ ചെയ്തു, ഫോർത്ത് ഫിഫ്ത്ത് ആണ് നമ്മൾ ചെയ്തത്. ഫോർത്തും ഫിഫ്ത്തും ചെയ്തു, തേർഡ് ചെയ്യാനുണ്ട്. അതുപോലെ സിക്സ്ത്, സെവൻത്ത്, ഇത്രയും കാര്യങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. പേജ് 66 എല്ലാവരും എടുക്കുക. 66 പേജ് 66 ആണ് എടുക്കേണ്ടത്. നോക്കി വെക്കുക. പേജ് 66 നമുക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് കാണാണ്ട്, 2 ഷേപ്സ് കാണാണ്ട്, അതുപോലെ ഇവിടെ ഒരു 3 ഷേപ്സ് ഉണ്ട്. ഇതിന്റെ വോളിയം എങ്ങനെ കാണാം എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതിൽ പറയുന്നത് ഈ ഷേപ്പ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയാൽ മതി. ഇതിന്റെ ആൻസർ നോട്ടിൽ എഴുതണമെന്നില്ല, ഇത് നോട്ടിൽ എഴുതണം. ഓക്കെ, ഇത് ടെക്സ്റ്റിൽ എഴുതിയാൽ മതി. ഇതിന്റെ ഈ സൈഡിൽ ഇവിടെ എഴുതിയാൽ മതി. ഇതിൽ പറയുന്നത് ഇതൊക്കെ 1 സെന്റിമീറ്റർ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റുമായിട്ടുള്ള കട്ടകൾ വെച്ചിട്ട്, അതായത് ക്യൂബുകൾ, യൂണിറ്റ് ക്യൂബ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ല, യൂണിറ്റ് ക്യൂബ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കട്ടകൾ അടുക്കി വെച്ചിരിക്കുകയാണ്. 1 സെന്റിമീറ്റർ ആണ് എല്ലാ ലെങ്ത്തും ബ്രെഡ്ത്തും ആയിട്ട്. അപ്പൊ ഇതിൽ എത്ര കട്ടകൾ ഉണ്ട് എന്ന് എണ്ണിയാൽ മതി. അപ്പൊ അതന്നെയാണ് അതിന്റെ വോളിയം. എത്ര കട്ടകൾ ഉണ്ട് എന്ന് കിട്ടിയാലും മതി. നമുക്ക് ഫസ്റ്റ് ലൈനിൽ ഇവിടെ 1 2 3 4 5 6 7 8 9 ഇങ്ങനെ ഇങ്ങനെ 9 ക്യൂബ്സ് ഉണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് 1 2 3 4 5 6 7 8 9 ഇങ്ങനെയും 9 ക്യൂബ്സ് ഉണ്ട്. അപ്പോ ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഈ ഒരു കഷ്ണം മാത്രം എടുത്താല്, ഈ അടിയത്തെ സ്റ്റെപ്പ് മാത്രം എടുത്താല് 9 × 9 × 1 ഹൈറ്റും 1 അല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ട് 9, ഇവിടുന്ന് ഇങ്ങോട്ട് 9, ഇങ്ങോട്ട് ഹൈറ്റ് 1 ആണ് വരിക. ഒക്കെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ സെയിം ആയിട്ടുള്ള കട്ടകളാണ്. ഒക്കെ 1 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ നിങ്ങട്ട് 9 കട്ടകൾ ഉണ്ട്. അപ്പൊ 9 സെന്റിമീറ്റർ, ലെങ്ത് 9, ബ്രെഡ്ത്ത് 9, ഹൈറ്റ് എത്ര ആയിരിക്കും? ഹൈറ്റ് 1. അപ്പൊ 9 × 9 81 × 1 81 × 1 81. അപ്പൊ ഈ ഏറ്റവും അടിയത്തെ സ്റ്റെപ്പ്, നമ്മൾ ഇതിന് കാണാത്തൊരു ഭാഗമൊക്കെ ഉണ്ട്. സ്റ്റെപ്പിന്റെ അടിഭാഗം കാണണമെന്നില്ല, അതിൽ അവിടെയൊക്കെ കട്ടകൾ നമ്മൾ മനസ്സിൽ വിചാരിക്കണം. അവിടെ ഇതിന്റെ വോളിയം 81 cc ആണ് വരിക. അതിന്റെ തൊട്ട് മുകളില് സ്റ്റെപ്പ്, മുകളിലത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ ഈ 2 സ്റ്റെപ്പ് ഇങ്ങനെ പെറിച്ചെടുത്താൽ കാണുന്ന ഭാഗമൊക്കെ വരണം. ഇവിടെ ഇതുപോലെ ഇങ്ങോട്ട് 9 ആണ്, പക്ഷെ ഇങ്ങോട്ട് എത്രയേ ഉള്ളൂ? ഇവിടെ 2 കട്ടകൾ കുറഞ്ഞിട്ടുണ്ട്. അവിടെ ആ ചിത്രത്തിൽ നോക്കിയാൽ അറിയാം. അപ്പൊ ഇവിടെ 7 ഉണ്ടാവുള്ളൂ. അപ്പൊ ലെങ്ത് 9, ബ്രെഡ്ത്ത് 7, ഹൈറ്റ് 1. അപ്പൊ 9 × 7 വരിക × 1. അത് എത്ര cc ആന്ന് ഇവിടെ എഴുതുക. അത് കഴിഞ്ഞിട്ട് തേർഡ് സ്റ്റെപ്പ്, ഇവിടെ നിങ്ങട്ട് 9 ആണ്, ഇവിടെ 9, ഇവിടെ എത്ര ഉണ്ടാവുള്ളൂ? 2 കട്ട പിന്നെയും കുറയണം. അപ്പൊ ഇവിടെ 5 ഉണ്ടാവുള്ളൂ. അപ്പൊ 9 × 5 × 1 ലെങ്ത് × ബ്രെഡ്ത്ത് × ഹൈറ്റ്. അത് എത്ര cc ആണെന്ന് ഇവിടെ എഴുതുക. ഇവിടെ 81 cc. അതുപോലെ ഇത് എത്രയെന്ന് എഴുതുക, ഇത് എത്രയെന്ന്. ഏറ്റവും മുകളിൽ ഇതേപോലെ ഇങ്ങോട്ട് 9, ഇങ്ങോട്ട് 3 ഉള്ളൂ. അപ്പൊ 9 × 3 × ഹൈറ്റ് 1. അപ്പൊ ലെങ്ത് × ബ്രെഡ്ത്ത് × ഹൈറ്റ്. അപ്പൊ എല്ലാതും ലെങ്ത് × ബ്രെഡ്ത്ത് × ഹൈറ്റ് എഴുതിയിട്ട് ഇവിടെ എഴുതിയത് എല്ലാം കൂടി സമ്മ് കാണാം. അപ്പൊ എത്ര cc ആണോ അതാണ് അതിന്റെ വോളിയം. അപ്പൊ ചെയ്ത് നോക്കാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ സൈഡിൽ എഴുതിയാൽ മതി. അതിന്റെ താഴെ എടുക്കുക. ഓക്കെ, ഇതിൽ പറഞ്ഞത് എന്താണ്? ഇതിന്റെ സൈഡിന്റെ നീളം 9 സെന്റിമീറ്റർ ആണ്. ഏറ്റവും അടിയത്തിന്റെ ലെങ്ത് 9 ആണ്, ബ്രെഡ്ത്തും 9 ആണ്, ഹൈറ്റ് 1 ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള ഏറ്റവും അടിഭാഗമാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ഇതിന്റെ ലെങ്ത് 9, ബ്രെഡ്ത്തും 9, ഹൈറ്റ് 1. അപ്പൊ ഇതിന്റെ ഏറ്റവും അടിയത്തെ സ്റ്റെപ്പ്, അപ്പൊ 9 × 9 × 1 എത്ര വരിക? 81. ഇനി പറഞ്ഞത് 2 സെന്റിമീറ്റർ ഡിക്രീസ് ചെയ്ത് വരുന്നുണ്ട് ഇതിന്റെ മുകളിലത്തെ സ്റ്റെപ്പ് ഉണ്ടാക്കിയപ്പോ എന്നാ പറഞ്ഞത്.
അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എത്രയായിരിക്കും? ഇത് 7, ഇവിടെ 2 കുറഞ്ഞാൽ 7, 7, 1. അപ്പൊ ഇതിന്റെ വോളിയം കണ്ടൂടെ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് 49 cc. ഫസ്റ്റത്തെ ഏറ്റവും അടിയത്തെ 81 cc. ഇനി ഇതിന്റെ അടുത്ത മുകളത്തെ ഉണ്ടെങ്കിൽ അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എത്രയായിരിക്കും? 5 × 5 × 1 എന്നാണ് വരിക. അതിന്റെ മുകളിലുള്ളതിന്റെ 3 × 3 × 1 എന്നാണ് വരിക. അതിന്റെ മുകളിലുള്ളതിന്റെ 1 × 1 × 1. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇതിന്റെ മൊത്തം വോളിയം കിട്ടും. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ സൈഡിൽ എഴുതാൻ ആൻസർ ലാസ്റ്റ് ഇതെല്ലാം കൂടി കിട്ടിയത് മുഴുവൻ ആഡ് ചെയ്തിട്ട് എത്രയാണ് കിട്ടിയത്, എത്രയും cc ക്യൂബിക് സെന്റിമീറ്റർ യൂണിറ്റ് എഴുതാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, പേജ് 67 എടുക്കുക എല്ലാവരും. യു ക്യാൻ സീ സം ഷേപ്സ്. നമുക്ക് വോളിയം കാണാൻ റെക്ടാങ്കുലർ ബ്ലോക്ക് വേണം. ഇവിടെ നിന്ന് ഒറ്റയടിക്ക് വോളിയം കണ്ടിട്ടില്ലല്ലേ നമ്മള്. ഓരോ പീസും റെക്ടാങ്കുലർ ബ്ലോക്ക്, ഇങ്ങനെയുള്ള ബ്ലോക്കുകൾ ഈ ഷേപ്പിന്റെ വോളിയം നമുക്ക് കാണാൻ കഴിയുള്ളൂ. ചതുരക്കട്ടകള്, അല്ലാതെ ഒരു പ്രത്യേകിച്ച് ഒരു ഇങ്ങനെ ഒരു ഷേപ്പ് ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു രൂപമാണെങ്കിലും ഒന്നും നമുക്ക് അതിന്റെ വോളിയം കാണാൻ കഴിയില്ല. അപ്പൊ നമ്മള് ഇവിടെ ചെയ്തത് എന്താണ്? ഇവിടെ ചെയ്തത് അതിൽ നിന്നൊക്കെ ഓരോ കഷ്ണം റെക്ടാങ്കുലർ ബ്ലോക്കുകൾ വേർപ്പെടുത്തി എടുത്തിട്ട് അതിന്റെ വോളിയം സെപ്പറേറ്റ് കണ്ടിട്ട് കൂട്ടുക ചെയ്തത്. ഇതേപോലെ തന്നെ ഇതും അങ്ങനെ കാണാൻ കഴിയൂ, ഒറ്റയടിക്ക് വോളിയം കാണാൻ കഴിയില്ല. ഇതൊക്കെ കുറെ റെക്ടാങ്കുലർ ബ്ലോക്കുകൾ കൂട്ടി യോജിപ്പിച്ചതാണ്. അപ്പൊ നോക്കുക, ഈ ഫസ്റ്റ് ഇംഗ്ലീഷ് ലെറ്റർ ഈ ഷേപ്പ് നോക്കുക. ഇത് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഓക്കെ, ഇതിന്റെ ഇവിടെ 12 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, ഇവിടെ 20 സെന്റിമീറ്റർ, 12, 8, 4, 12, 8, 4, 4, 4 ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 8. ഇത് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ വോളിയം കാണണം. ഇതിന്റെ മൊത്തം വോളിയം കാണേണ്ടത്. മൊത്തം വോളിയം ഒറ്റ സ്റ്റെപ്പിൽ കാണാൻ കഴിയില്ല. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിനൊക്കെ റെക്ടാങ്കുലർ ബ്ലോക്കുകളായിട്ട്, ഇതുപോലെയുള്ള ബ്ലോക്കുകളായിട്ട് ചതുരക്കട്ടകളാക്കിയിട്ട് മുറിക്കുക. എന്നിട്ട് അതിന്റെ ലെങ്ത് എത്ര, ബ്രെഡ്ത്ത് എത്ര, ഹൈറ്റ് എത്ര, ആ മൂന്നും കൂടി ഗുണിക്കുക വേണ്ടത്. അപ്പൊ ഇവിടെ കട്ട് ചെയ്യാൻ പല രീതിയിൽ കട്ട് ചെയ്യുക. ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക, ഇവിടെ എങ്ങനെയും കട്ട് ചെയ്യുക, ഇവിടെ എങ്ങനെയും കട്ട് ചെയ്യുക. അപ്പൊ എന്താ സംഭവിച്ചത്? ഈ ഒരു കഷ്ണം വേറെ എടുത്തൊന്ന് വിചാരിക്കുക. ഇവിടെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പീസിന് എടുത്തു. ആ ഒരു പീസ് ഇതത്ര, ഈ പറഞ്ഞ ഒരു പീസ്, ഈ ഒരു കഷ്ണം മാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പീസ് ഇവിടെ മുറിച്ച് ഇവിടെയും മുറിച്ചെടുത്തു. ഇതിന്റെ ലെങ്ത് എത്രയാണ് വരുന്നത് നോക്കത്? 8 ആണ്. ഇവിടെ 8 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ലെങ്ത് ഇവിടെ 8. ഇത് 8 ആണെങ്കിൽ ഇത് 8 ആണ്. ഇനി ഇതെന്താ? ഇവിടെ ബ്രെഡ്ത്ത് 4, ഇനി ഹൈറ്റ് ഇവിടെ 2. അപ്പൊ 8 × 4 × 2, 8 × 4 32 × 2 64 അല്ലെ. അപ്പൊ ഇതിന്റെ വോളിയം നമുക്ക് ഈ ഒരു പീസിന്റെ വോളിയം 64 cc എന്ന് എഴുതാം. ഇനി അടുത്തത് ഈ ഒരു പീസ് എടുക്കുക. ഈ ഒരു പീസ്, ഈ റെക്ടാങ്കുലർ ബ്ലോക്ക്, ഇതിന്റെ ലെങ്ത് 4, ബ്രെഡ്ത്ത് 4, ലെങ്ത് ബ്രെഡ്ത്ത് 4, ഹൈറ്റ് ഇവിടെ തന്നിട്ടില്ല, പക്ഷെ ഇവിടെ തന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരേ ഹൈറ്റ് ആണ്. അപ്പൊ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെയും 2. അപ്പൊ 4 × 4 16, 16 × 2 32. അപ്പൊ ഇതിന്റെ വോളിയം 32 cc. അടുത്തത് ഈ ഒരു പീസ് നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. ഇത് രണ്ടും സെയിം ആണ്. അപ്പൊ ഇത് എത്ര തന്നെ കിട്ടുള്ളൂ? 64 cc. ഇനി നമ്മൾ കിടക്കണ ഈ പിന്നിലുള്ള ഈ ഒരു പീസ്, ഇതിന്റെ ഈ ഭാഗം, ഈ കഷ്ണം മുറിച്ചെടുത്താൽ ഇവിടെ നീളത്തിലൊരു റെക്ടാങ്കുലർ ബ്ലോക്ക് കിട്ടും. അതിന്റെ ലെങ്ത് 20 ആണ്. ബ്രെഡ്ത്ത് ഹൈറ്റ് ഇത് രണ്ടും കിട്ടണം. ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ്. അതിൽ ബ്രെഡ്ത്തിന് ഇവിടെ മൊത്തം 12 ആണ്. ഇത് മൊത്തം 12ല് ഈ ഒരു പീസ് 8 ആണെങ്കിൽ ഈ ഒരു പീസും 8 ആയിരിക്കുമല്ലോ. ഈ ഒരു പീസ് 8 ആയിരിക്കും. പിന്നെ അത് എത്ര ഉണ്ടാവും? ഇത് മൊത്തം 12, അതിൽ ഈ ഒരു പീസ് 8 ആണെങ്കിൽ ഇത് 4 ഉണ്ടാവും. അപ്പൊ ലെങ്ത് 20, ബ്രെഡ്ത്ത് 4, ഇനി ഹൈറ്റ് ഈ ഹൈറ്റ് തന്നെയാണ്, ഈ ഹൈറ്റ്. അപ്പൊ ഇത് 2 ആണെങ്കിൽ ഇതും ഹൈറ്റും 2. അപ്പൊ നമ്മളിവിടെ 20 × 4 ലെങ്ത് × ബ്രെഡ്ത്ത് × ഹൈറ്റ്, 20 × 4 × 2. അപ്പോ 80 × 2 160.
cc. ഇനി എന്ത് ചെയ്യാ, ഇത് 1 2 3 4 ഈ 4 കൂടി ഞാൻ ആഡ് ചെയ്താൽ ഇതിന് മൊത്തം വോളിയായി. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതിന്റെ വോളിയം കാണണം. ഓക്കെ, അടുത്തത് എച്ച് ആണ്. എച്ച് ഇതേപോലെ എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുക, ഇവിടെയും കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ലെങ്ത് മൊത്തം കൂടെ 16 ആണ്. ഈ ഒരു പീസിന്റെ 16 × 4 × 3 എന്ന് വരും. അപ്പൊ ഈ എച്ചിന്റെ ഈ ഒരു ഭാഗം കണ്ട പിന്നെ ഇത് വരെ കാണേണ്ട ആവശ്യമില്ല, രണ്ടും സെയിം തന്നെയാണ്. അപ്പൊ 16 × 4 × 3 ഇവിടെയും കിട്ടും, ഇതും കിട്ടും. ഇനി നടുവത്തൊരു പീസാണ്, ആ പീസിന്റെ ലെങ്ത് 4 ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ബ്രെഡ്ത്ത് എത്രയാന്ന് കിട്ടാനേ, ഈ ഒരു പീസ് 6 ആണ്, അപ്പൊ ഇതും 6 വരും. അപ്പൊ 6 + x 12. പിന്നെ ഇത് മൊത്തം 16 ആണല്ലോ, അപ്പൊ 12 ഈ ഒരു ഭാഗം ഒഴിവാക്കിയാല് 12 ഈ ഭാഗം 16, ഇത് മൊത്തം 16, അതിൽ നിന്ന് ഇത് 6 ഒഴിവാക്കുക, ഈ 6 ഒഴിവാക്കിയപ്പോ ഇത് ബാക്കി 4 കിട്ടും. അപ്പൊ ലെങ്ത് 4, ബ്രെഡ്ത്ത് 4. ഇനി ഹൈറ്റ് ഇവിടെ ഈ ഹൈറ്റ് ഇവിടെ 3. അപ്പൊ ഇതിന്റെ ഉള്ളത്തെ ഹൈറ്റും 3 ആയിരിക്കും. അപ്പൊ 4 × 4 × 3. അപ്പൊ ഇത് ചെയ്യാ, അതന്നെയാണ് ഇത് എഴുതിയാൽ മതി. അപ്പൊ ഇത് രണ്ടും സമ്മ് കാണുക. അതുപോലെ നടുവത്തെ ഈ ഒരു കഷ്ണത്തിന്റെ ഇതും കൂടി കൂട്ടുക. ഇവിടെ നമ്മൾ ഇവിടെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇങ്ങോട്ടൊരു പീസും കിട്ടും, അത് വേറെയും കിട്ടും. ഈ കട്ട് ചെയ്തിട്ട് ഇതിന്റെ ലെങ്ത് ഇവിടെ 11, ഈ ലെങ്ത് 11, ബ്രെഡ്ത്ത് 4, ഹൈറ്റ് 3. അത് മൂന്നും കൂടി ഗുണിച്ചാല് ഇതിന്റെ ഈ ഒരു പീസിന്റെ വോളിയം കിട്ടും. ഞാൻ അപ്പുറത്തെ ഈ ഫുൾ പീസ്, ആ പീസിന്റെ ആ പീസിന്റെ ലെങ്ത് കാണാനൊരു ഇവിടെ 6 തന്നിട്ടുണ്ട്, ഈ പീസും 6 ആണ്. അപ്പൊ ഈ നടുവത്തെ ഒരു കഷ്ണം കൂടിയും കിട്ടണം, അപ്പോൾ അത് മൊത്തം എത്രയാണ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ 6 + 6 12. പിന്നെ ഈ ഒരു പീസ് എത്രയാണ് ഇവിടെ തന്നിട്ടുണ്ട്, 4. അപ്പൊ ഇത് 4 ആണ് വരിക. അപ്പൊ 6 + 6 12, 12 + 4 16. അപ്പൊ ഇതിന്റെ ലെങ്ത് 16, ബ്രെഡ്ത്ത് അവിടെ 4 തന്നിട്ടുണ്ട്, ഹൈറ്റ് 3 തന്നിട്ടുണ്ട്. അപ്പൊ 16 × 4 × 3. അതായത് രണ്ടിന്റെയും വോളിയം കണ്ടിട്ട് രണ്ടും കൂടി സെപ്പറേറ്റ്, രണ്ടും കൂടി ആഡ് ചെയ്താൽ മൊത്തം വോളിയം കിട്ടും. അത് ഇവിടെ സൈഡിൽ എഴുതിയാൽ മതി. ആദ്യം ഓരോ പീസിന്റെയും വോളിയം ഞാൻ ഈ ആരോ മാർക്കിട്ട് എഴുതിയ പോലെ എഴുതിയിട്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു വർക്കും കൂടി ഉണ്ട്, അത് നമ്മൾ പേജ് 66. ഓക്കെ, വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ റെക്ടാങ്കുലർ ബ്ലോക്ക് ഓഫ് ലെങ്ത് 4, ബ്രെഡ്ത്ത് 3 ആൻഡ് ഹൈറ്റ് 1. ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക് ഉണ്ട്, അതിന്റെ ലെങ്ത് 4 ആണ്, ബ്രെഡ്ത്ത് 3 ആണ്, ഹൈറ്റ് 1 ആണ്. ഇതിന്റെ വോളിയം എത്രയെന്നാണ് ചോദിച്ചത്, സെന്റിമീറ്റർ ആണ് കേട്ടോ. അതിന്റെ വോളിയം കണ്ടൂടെ, 4 × 3 × 1 ചെയ്താൽ ആൻസർ കിട്ടും. ഇഫ് ദ ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആർ ഡബിൾഡ്, വാട്ട് ഹാപ്പൻസ് ദ വോളിയം? ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഡബിൾ ആയാൽ 4 8 ആയാൽ, 3 6 ആയാൽ, ഹൈറ്റ് 1 2 ആയാൽ വോളിയത്തിന് എന്ത് സംഭവിക്കും? അപ്പൊ വോളിയത്തിന് എന്ത് സംഭവിക്കും? നമ്മൾ നേരത്തെ വോളിയം കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ വോളിയം കാണാം. ഇതിന്റെ വോളിയം കണ്ടിട്ട് വോളിയം ഇരട്ടിയാണോ ആവുന്നത്, 4 ഇരട്ടിയാണോ, 4 ടൈംസ് ആണോ ആകുന്നത് എന്നൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് അത് സെന്റൻസ് ആയിട്ട് എഴുതുക. വോളിയം എന്താ ഡബിൾ ആവുകയാണോ 4 ടൈംസ് ആവുകയാണോ എന്ന് എഴുതുക. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഡബിൾ ചെയ്യുമ്പോൾ വോളിയം ഡബിൾ അല്ല ആവുക, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ സെന്റൻസ് ആയിട്ട് ലാസ്റ്റ് എഴുതണം. ഓക്കെ, ഇന്ന് രാത്രി 9 മണിക്ക് മുമ്പായിട്ട് ഇതിന്റെ വർക്കുകൾ മുഴുവൻ എനിക്ക് അയച്ചു